അതെ പൂച്ചക്കുഞ്ഞുങ്ങളോട് ഉണ്ടല്ല. ചക്കിയും പിള്ളേര് ഇതാട്ടെ ഞങ്ങളുടെ ഉള്ള ചക്കിയും പിള്ളേരുണ്ട്. 3 പിള്ളേരുണ്ട്. ഇതാണ് ചക്കി. അപ്പോൾ ചക്കിയും പിള്ളേരും എന്ത് ഇവിടെ കിടക്കുന്നുണ്ട്. പിള്ളേർക്ക് വിശന്നിട്ട് പാൽ കുടിച്ചുകൊണ്ടിരിക്കുക പാവങ്ങളത്. ഇതിൽ നടക്കണമെങ്കിൽ എടാ നമ്മളെ കണ്ടിട്ടാന്ന് ആളെ ഓടി. എന്തായാലും ഞാൻ അവിടുന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളായി നമ്മൾ ഈ ഒരു ചാനലിൽ വീഡിയോ ഇട്ടിട്ട് മലയാളം ടെക്കീസിലും ടൈഗർ സ്പോർട്സിലൊക്കെ വീഡിയോ ഇടുന്നുണ്ട്. പക്ഷേ ഈ ഒരു ചാനലിൽ ഇപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് വേറെ ഒന്നുകൊണ്ടല്ല, ഇപ്പോൾ പുറത്തേക്കൊന്നും അധികം ഇറങ്ങാൻ പറ്റില്ലാത്ത അവസ്ഥയാണ്. ഇപ്പോൾ അത് 144 പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഒട്ടും ഇനി പുറത്തേക്ക് ഇറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ കുറേ ട്രാവലിംഗ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇരുന്നു, പക്ഷേ ഒന്നും അങ്ങോട്ട് നടന്നില്ല. ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുമോയെന്ന് അറിയില്ല ഈ അടുത്തൊന്നും. കാരണം ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഞങ്ങൾ ഓൾറെഡി സൈക്കിൾ കൊണ്ടാണ് എവിടെയെങ്കിലുമൊക്കെ പോകാറ്. പക്ഷേ എങ്ങനെ വന്നാലും 5-6 പേര് പിള്ളേരുണ്ടാവും. ഇനിയിപ്പോൾ ആ പരിപാടി നടക്കില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഒരാളോ 2 ആളൊക്കെ ആയിട്ട് വേണം പോകാനായിട്ട്. അങ്ങനെ പോകുമ്പോൾ ഇച്ചിരി ചടങ്ങാണ്. കാരണം എല്ലാ ഫ്രണ്ട്സും ഇല്ലാതെ നമുക്ക് ആ ഒരു ആ ഒരു സംഭവം പോകാനൊന്നും പറ്റില്ല, ട്രിപ്പൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കൊരു ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. നമുക്കൊരു സംഭവം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ സംഭവം ഒന്ന് നിങ്ങളെ ജസ്റ്റ് കാണിച്ചു തരികയാണ്. ഒന്നാമത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കൊറോണ ഭയങ്കര സീനായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 8,000-7,000 ഒക്കെയാണ് ഓരോ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം ഭീകരമാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റ് ഞാൻ ഇപ്പം തന്നെ കാണിച്ചു തരാം. അയ്യോ പേടിച്ചു പോയി. നമ്മുടെ ചക്കി മേളിൽ നിന്ന് ഇറങ്ങി വന്നാണ്. ചക്കിയും പിള്ളേരൊക്കെ മേളിൽ കിടക്കുന്നുണ്ട്. പിള്ളേരവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് ഇറങ്ങിപ്പോയി ഞാൻ ഞെട്ടിപ്പോയി. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയേക്കണ പ്രൊഡക്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രൊഡക്റ്റ്. പ്യുവർ ബ്രീസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു മാസ്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ബോക്സ് ഇതാണ് കിട്ടിയത്. ഇത് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായി. നിങ്ങളെന്തെങ്കിലും ബിസിനസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അത് ഫ്രീ ആയിട്ട് പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചാനലിൽ കോൺടാക്ട് ചെയ്താൽ ചെയ്യാം. അപ്പോൾ അതുപോലെ ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ അത് കണ്ട് നമുക്ക് കോൺടാക്ട് ചെയ്ത് അവർ അയച്ചു തന്ന പ്രൊഡക്റ്റാണ് ഈ ഒരു പ്യുവർ ബ്രീസിൻ്റെ മാസ്ക്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് എന്തൊക്കെയാണ് കാര്യങ്ങൾ കാണിച്ചു തരാം. അൺബോക്സിങ് വീഡിയോ ഒന്നുമല്ല, സിമ്പിളായിട്ട് എന്താ ഉള്ളതെന്നൊക്കെ കാണിച്ചു തരാം. ഓക്കെ, പെട്ടി ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത്, ഞാൻ ഇരിക്കുന്ന ഇച്ചിരി വെയിലത്താട്ടോ. അതെ, ഇതാണ് നമ്മുടെ മാസ്ക്. ഓക്കെ, ഇതാണ് മാസ്ക്. N99 കാറ്റഗറിയിൽ വരുന്ന മാസ്കാണ്. അതുപോലെ തന്നെ അതെ നമുക്ക് അതിൻ്റെ കുറച്ച് ഫിൽറ്റേഴ്സ് കിട്ടുന്നുണ്ട്. ഇതും അവരുടെ തന്നെയാണ്, പ്യുവർ ബേസിൻ്റെ തന്നെ ഫിൽറ്റേഴ്സ് കുറച്ച് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു ക്യാരി കേസ് കിട്ടുന്നുണ്ട്. ഇതേ വേണ്ട, പ്യുവർ ബേസിന് എഴുതിയാണ് ഒരു ക്യാരി കേസും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പെട്ടിയിൽ വരുന്നുള്ളൂ. ഓക്കെ, അവരുടെ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മാസ്ക്. ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം. N99 കാറ്റഗറിയിൽ വരുന്ന ഒരു മാസ്കാണ്. ഇനി ഇതിൻ്റെ വേറെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ മാസ്ക് നമുക്ക് പൊളിച്ചെടുക്കാനായിട്ട് പറ്റും. അതായത് ഞാൻ ഒരു കയ്യിൽ ഇത് എടുക്കണ കാരണം ഓക്കെ അതെ ഒരു പാട്ടായിട്ട് എടുക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഈ ഒരു ഫിൽറ്റർ വരുന്നത്. ഈ ഒരു ഫിൽറ്റർ ഉണ്ടോ, ഈ ഒരു ഫിൽറ്റർ നമുക്ക് മാറ്റണം. ഇത് ഏകദേശം നമുക്ക് 6 to 14 മണിക്കൂർ വരെയൊക്കെ യൂസ് ചെയ്യാമെന്നാണ് അവർ പറയുന്നത്. നമ്മുടെ യൂസ് അനുസരിച്ചിരിക്കും. ഓക്കെ, ഒരു ഫിൽറ്റർ ഒരു മാസം ഏകദേശം നമുക്ക് 4 ഫിൽറ്റർ മതി എന്നാണ് അവർ കമ്പനി പറയുന്നത്. പിന്നെ അത് ഇവിടെയും ഒരു ഇതുണ്ട്, നമുക്ക് ഈ ഒരു പാർട്സൊക്കെ കഴുകാനായിട്ട് പറ്റും. ഇത് കഴുകാം, ഇതും കഴുകാം. ഇത് രണ്ടും കഴുകി യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഫിൽറ്റർ കഴുകി യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ ഒരു ഫിൽറ്റർ നമുക്കിത് മാറ്റേണ്ടതായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു മാസം ഏകദേശം നമുക്ക് ഒരു 4 ഫിൽറ്ററൊക്കെയാണ് അവർ പറയുന്നത്, കമ്പനി പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇത് മേടിക്കുമ്പോൾ തന്നെ ഒരു 11 ഫിൽറ്റേഴ്സ് മൊത്തം കിട്ടുന്നുണ്ട് ഈ ഒരു പാക്കിൻ്റെ ഒപ്പം. അത് നമുക്ക് തീരുകയാണെന്നുണ്ടെങ്കിൽ റീയൂസ് ചെയ്യാനായിട്ട് പറ്റില്ല ഫിൽറ്റർ. അപ്പോൾ അത് കഴിയുമ്പോൾ വേറെ നമ്മൾ മേടിക്കേണ്ടതായിട്ടുണ്ട്. ഇത് നിങ്ങൾ ഫിൽറ്റർ എക്സ്ട്രാ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഫിൽറ്ററിന് വരുന്ന വില എന്ന് പറഞ്ഞാൽ 5.99 രൂപ മാത്രമാണ് ഒരു ഫിൽറ്ററിന് വരുന്നുള്ളൂ. ഒരു മാസം നമുക്ക് 4 ഫിൽറ്റർ മതി താനും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അതെ, ഇത് വന്നിട്ട് നമുക്ക് ഫിറ്റ് ചെയ്യാനും ഇത് തന്നെയാണ്. ഓക്കെ, ഇങ്ങനെ വച്ചിട്ട് ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ക്യാമറ ഇരിക്കണ കാരണം ഇച്ചിരി പാടാണ് വയ്ക്കാൻ. ഓക്കെ ഓക്കെ, അത് വച്ചിട്ടുണ്ട്. ഇതേ മാസ്ക് ഇതാണ് സംഭവം. അതിൻ്റെ നമ്മുടെ ഹോൾഡ് ചെയ്യണ ഇതും വള്ളിയൊക്കെ അത് ഇച്ചിരി വലിയതാണ്. ഇത് കണ്ടില്ലേ, ഇച്ചിരി വലിയ വള്ളിയൊക്കെയാണ് ഹോൾഡ് ചെയ്യുന്നത്. ഇനി ഈ മാസ്ക് എങ്ങനെയാണ് വയ്ക്കണേന്ന് ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ടൊന്ന് കാണിച്ചു തരാം. ഓക്കെ, അതെ ആദ്യം തന്നെ ഇതുപോലെ ഫുൾ വലിച്ച് താഴേക്ക് ഇടുക. അതിന് ശേഷം
മാസ്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ സാധനം ആദ്യം തന്നെ കഴുത്തിലേക്ക് ഇടുക. അപ്പോൾ നമ്മുടെ ബാക്കിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിങ്ങനെ നേരെ ബാക്കിലോട്ട് ഇടുക. ഇപ്പം ഞാൻ എൻ്റെ കോളറിൻ്റെ ഉള്ളിൽ ഇടണം, കാരണം കഴുത്തിൽ ടൈറ്റ് ആവാതിരിക്കാനായിട്ട്. ഓക്കെ, ഇതിപ്പോൾ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഇത്തിരി പൊക്കാം. ഇത് പൊക്കിയിട്ട് വയ്ക്കുക, നേരെ ബാക്കോട്ട് ഇടാം. അതെ, അപ്പോൾ നമ്മുടെ കോളറിൻ്റെ ഉള്ളിൽ വേണ്ട. ഓക്കെ, നമ്മുടെ മാസ്ക് ഇതേ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഈ ഒരു മാസ്ക് ഉപയോഗിക്കുമ്പോൾ ഉള്ള പ്രത്യേകത. അതെ, സൈഡൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഫുൾ കവേർഡാണ്. ഓക്കെ, N99 കാറ്റഗറിയിൽ വരുന്ന ഒരു മാസ്കാണ്. കണ്ടില്ലേ വ്യത്യാസം നിങ്ങൾക്ക്? ഇനി ഈ ഒരു മാസ്കിൻ്റെ പോസിറ്റീവ് സൈഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ പക്ക സാധനമാണ്. പക്ക സാധനം മീൻസ് നമുക്കിത് വച്ചാലും തുണി വയ്ക്കുമ്പോൾ ശ്വാസം വിടാൻ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, നമ്മൾ മൂക്കടഞ്ഞിരിക്കുന്നത്. ആ ഒരു സെറ്റപ്പ് ഇതില്ല. കാരണം ഇത് ഞാൻ പറഞ്ഞില്ല, ഒരു 3D മോഡൽ സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വേണ്ട സ്പേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ശ്വാസം വിടണേനൊന്നും അങ്ങനെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കാണുമ്പോൾ ഒരു ലുക്കാണ്. പല കളറിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. 11 കളറിൽ ഈ ഒരു മാസ്ക് അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് എന്താണ് 100% സെക്യൂർ ആയിട്ടുള്ളൊരു സംഭവമാണ്. നല്ല സേഫ്റ്റി അവർ തരുന്നുണ്ട്. ഈ ഒരു ഫിൽറ്റർ മാറ്റണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്കിത് ഇങ്ങനെ വെച്ചുകൊണ്ട് ഫുൾ ടൈറ്റായിട്ടിരിക്കും. ഇനി നിങ്ങളിപ്പോൾ കണ്ണടയൊക്കെ വയ്ക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യണം. വേറെ ഒന്നും കൊണ്ടല്ല, കണ്ണടയൊക്കെ വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് തുണി വെച്ച മാസ്ക് വയ്ക്കുമ്പോൾ അതിൻ്റെ ഫോഗ്, ശ്വാസം വിടുമ്പോൾ ആ ബ്രീത്ത് കൊണ്ടുള്ള ഫോഗ് നമ്മുടെ കണ്ണടയിലൊക്കെ വരാറുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം ഈ ഒരു മാസ്കിനില്ല. കാരണം നീണ്ടില്ല, ഫുൾ കവേർഡാണ്. നമുക്ക് ബ്രീത്ത് ചെയ്യാനുള്ള സെറ്റപ്പ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് സ്പേസ് കിട്ടുന്നതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം വരുന്നില്ല. ഇനി ഈ ഒരു മാസ്കിൻ്റെ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ പറഞ്ഞില്ലേ ഇത്തിരി വലിയ മാസ്കാണ്. നമുക്ക് ഇത്രയും പുറത്തോട്ട് തള്ളി നിൽക്കുന്നുണ്ട് ഈ ഒരു മാസ്കിൻ്റെ. അപ്പോൾ ആ ഒരു ഇത് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. ഒരു ചെറിയൊരു പോരായ്മയായിട്ട് തോന്നി. ഇത്തിരി വലിയ ഇത് തോന്നിക്കണോണ്ട്, ഒരു പ്രീമിയം മാസ്ക് ആയതുകൊണ്ടായിരിക്കണം ഇത്ര വലിയതായിട്ട് തോന്നി. അപ്പോൾ അതൊരു പോരായ്മയായിട്ട് തോന്നി. പിന്നെ ഒരു പോരായ്മ തോന്നി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ബൈക്കൊക്കെ ഓടിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മാസ്ക് വെച്ച് ബൈക്ക് ഓടിക്കാൻ പറ്റില്ല. കാരണം ഹെൽമെറ്റ് വെക്കാനായിട്ട് പറ്റില്ല. ഇത്രയും മാസ്ക് തള്ളി നിൽക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് ഹെൽമെറ്റ് വയ്ക്കാനായിട്ട് പറ്റില്ല. ആ ഒരു പ്രശ്നമുണ്ട്. ബാക്കിയൊക്കെ പക്കയാണ്, നല്ല സേഫായിട്ടുള്ള മാസ്കാണ്. പിന്നെ ബ്രീത്തബിൾ പ്രോബ്ലം ഉള്ള ആളുകൾക്കൊന്നും അത്ര പ്രശ്നം ഉണ്ടാക്കുന്ന തരത്തിലുള്ള മാസ്കൊന്നും അല്ല. തുണിയുടെ മാസ്ക് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി ശ്വാസം വിടാൻ ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളുകൾക്ക് ഇത് നല്ല മാസ്ക് തന്നെയാണ്. ഓക്കെ, N99 കാറ്റഗറിയിൽ വരുന്നതാണ്. ഈ N99 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 99% ഫിൽട്രേഷൻ റേറ്റാണ് അവർ ഈ പറയുന്നത്. അപ്പോൾ 3 ലെയർ ഇതുള്ളത് തന്നെയാണ്. നമുക്ക് ഫിൽറ്റർ കഴുകി യൂസ് ചെയ്യാൻ പറ്റുമൊന്നുമില്ല. ഫിൽറ്റർ വേറെ മേടിക്കുമ്പോൾ തന്നെ 11 ഫിൽറ്റർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അത് കൂടാതെ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഫിൽറ്ററിന് 6 രൂപ, 5.99 രൂപയാണ് അവർ പറയുന്നത്. 6 രൂപ അടുത്താണ് വരുന്നത്, ചിലവ് വരുന്നുള്ളൂ. ഒരു മാസം 4 ഫിൽറ്ററും യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു മാസ്കിൻ്റെ കാര്യങ്ങൾ. ഇനി ഇത് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ മാസ്കിൻ്റെ വില എന്ന് വെച്ചാൽ കളറിൻ്റെ വേരിയൻ്റ് അനുസരിച്ചാണ് വില വരിക. 799 മുതൽ 899 രൂപ വരെയാണ് ഈ ഒരു മാസ്കിന് പ്രൈസ് റേഞ്ച് വരുന്നത്. അപ്പോൾ ഇത് മേടിക്കണം എന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും മേടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കൂപ്പൺ കോഡ്, അതായത് നമുക്കിപ്പോൾ അവർ റിവ്യൂവിന് തന്നാലും നമുക്കൊരു പ്രൊമോ കോഡ് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പ്രൊമോ കോഡ് യൂസ് ചെയ്ത് നിങ്ങൾ മാസ്ക് ആരെങ്കിലും പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 100 രൂപ അതിൽ ഓഫർ കിട്ടുന്നതാണ് ഒരു മാസ്ക് മേടിക്കുമ്പോൾ. അതുപോലെ നിങ്ങൾ 3 മാസ്ക് വരെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ 300 രൂപ വരെ നിങ്ങൾക്ക് ഓഫർ കിട്ടുന്നതാണ് മാസ്ക് പർച്ചേസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. അവരുടെ സൈറ്റിൽ കയറി കഴിയുമ്പോൾ പ്രൊമോ കോഡ്, കൂപ്പൺ കോഡ് അടിക്കുന്നിടത്ത് താഴെ കാണുന്ന കൂപ്പൺ കോഡ് അടിച്ചു കൊടുക്കണം. നമ്മുടെ കൂപ്പൺ കോഡ് അടിച്ചു കൊടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു 100 രൂപ ഓഫർ കിട്ടുള്ളൂ. അപ്പോൾ പ്യുവർ ബ്രീസ് എന്ന് പറയുന്ന കമ്പനിയാണ് നമുക്ക് അയച്ചു തന്നത്. അത്യാവശ്യം ഇതിപ്പോൾ എനിക്ക് കിട്ടിയിട്ട് ഒരു 3-4 ആഴ്ചകളായിട്ടുണ്ട്. യൂസ് ചെയ്ത് നോക്കിയിട്ട് നല്ല മാസ്കൊക്കെ തന്നെയാണ്. ഞാൻ മാക്സിമം യൂസ് ചെയ്തിട്ടാണ് റിവ്യൂ ഇട്ടത്. അവരും പറഞ്ഞു യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ, ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂ ഇടണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ഒരു 3 ആഴ്ചത്തോളം ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ എടുത്തും പറഞ്ഞത് ബൈക്ക് ഓടിക്കുമ്പോൾ ഒന്നും നമുക്ക് ഈ ഒരു മാസ്ക് വെച്ചിട്ട് ഓടിക്കാൻ പറ്റില്ല. കാരണം ഞാൻ എൻ്റെ ബുള്ളറ്റാണ്, എൻഫീൽഡാണ് ബൈക്ക്. അപ്പോൾ ഞാൻ പുറത്തേക്ക് പോകുമ്പോഴൊക്കെ ഹെൽമെറ്റ് വെക്കണം എനിക്ക്. അപ്പോൾ ഹെൽമെറ്റ് വയ്ക്കുമ്പോൾ നമുക്ക് എന്തായാലും ഈ മാസ്ക് വെക്കാനായിട്ടില്ല, ആ ഒരു പ്രശ്നം പറ്റി. പിന്നെന്താണെന്ന് വെച്ചാൽ കാണുന്ന ആളുകൾക്ക് പറയും, ഓ ഇത് ഇവൻ്റെ മാസ്ക് ഉണ്ട്, വലിയ മാസ്ക് എന്നൊക്കെ പറയും, വലിയ ഇങ്ങനെ തള്ളി നിൽക്കണവരാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളത് ഒന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ സെക്യൂരിറ്റിക്ക് അല്ലെങ്കിൽ സേഫ്റ്റിക്ക് വേണ്ടിയാണ് മാസ്ക് ഒക്കെ വയ്ക്കുന്നത്. അപ്പോൾ അത് വലിയ കാര്യമായിട്ട് എടുക്കണ്ട, ഇച്ചിരി വലിയതാണെന്നുള്ള കാര്യമൊന്നും. അപ്പോൾ പ്രീമിയം മാസ്ക് ആണ്.
ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മേടിക്കാം. ഇപ്പം ഞാൻ ഇരിക്കണത് എൻ്റെ വീടിൻ്റെ വാർക്ക് മോളിൻ്റെ താഴെയായിട്ടാണ്. അപ്പോൾ സ്റ്റെപ്പുമ്മയാണ് ഇരിക്കണത്. മറ്റേ ചക്കി പോകണമുണ്ടല്ലോ, ചക്കി ആരാന്ന് കാണാത്തവർക്ക് ഫസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയിട്ടെ. നമ്മുടെ ഒരു പൂച്ചയാണ് ചക്കി. 3 പിള്ളേരും അവിടെ ഉണ്ട്. അപ്പോൾ ചക്കി പെട്ടെന്ന് ഇറങ്ങിപ്പോയി. അത് കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെയിൽ കണ്ണിലേക്ക് അടിക്കണ കാരണം നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആയിട്ടുണ്ടെന്ന് അറിയാൻ പാടില്ല. എന്തായാലും ഇതാണ് ഇതിൻ്റെ മെയിൻ സംഭവങ്ങൾ. മാസ്ക് അടിപൊളിയാണ്. പിന്നെ ഒരു കാര്യമുള്ളത്, ഈ ഒരു മാസ്ക് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ചെവിക്ക് പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ സാധാരണ മാസ്ക് വയ്ക്കുമ്പോൾ ചെവിയുടെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കുളത്തിടണമല്ല. ഈ ഒരു സംഭവത്തിന് നമുക്ക് തലയിലേക്കാണ് വയ്ക്കണത്. മാസ്ക് വെച്ചിട്ട് ഇതെങ്ങനെ വയ്ക്കുക, ഇവിടേക്കാണ് കണക്ട് ചെയ്യുക. അപ്പോൾ അതെ ചെവിക്ക് യാതൊരു പ്രശ്നവുമില്ല നമ്മുടെ. ഓക്കെ, അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട്. എന്തായാലും നിങ്ങൾ തന്നെ ആലോചിക്കുക, ഇത്രയും രൂപയുടെ മാസ്ക് ആകുമ്പോൾ എന്തായാലും അതിനനുസരിച്ചുള്ള സംഭവങ്ങൾ ഉണ്ടാവും. അത് തന്നെയാണ് ഇത്. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ലിങ്ക് വഴിയാണ് അവരുടെ വെബ്സൈറ്റ് വഴിയാണ് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. പുറത്തുനിന്ന് ചൈനക്കാരുടെ ഒന്നും സാധനം കൊണ്ടുപോകുന്നൊന്നും അല്ല, പേടിക്കണ്ട. ഇനി ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ സ്വന്തമായിട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്തെങ്കിലും കാര്യങ്ങളും ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ കണ്ണാപ്പി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ തീർച്ചയായിട്ടും നമ്മൾ പ്രൊമോട്ട് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് അയച്ചു തരാവുന്നതാണ്. അപ്പോൾ നമ്മളൊന്ന് നമ്മുടെ ഇൻഫോഫാക്സ് മലയാളം official@gmail.com വഴി ഒന്ന് കോൺടാക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ അഡ്രസ്സ് തരുന്നതായിരിക്കും. നിങ്ങളുടെ പ്രൊഡക്റ്റ് നമുക്ക് അയച്ചു തരാം. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സംഭവമൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രീ ആയിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്ത് തന്നിരിക്കും. ഓക്കെ, അപ്പോൾ ഈ മാസ്ക് മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് മേടിക്കാം. ഓക്കെ, പ്യുവർ ബ്രീസ് എന്ന് പറയുന്ന കമ്പനിയുടെ യൂണിവേഴ്സൽ മാസ്ക്. അപ്പോൾ പിന്നെ ക്യാരി പൗച്ചൊക്കെ ഉണ്ട്, നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി നടക്കാനൊക്കെ ആ സംഭവം കൊണ്ട് കൊണ്ടുപോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു ഷോർട്ട് വീഡിയോ ആണ്, വൈൻഡപ്പ് ചെയ്യാണ്. ട്രാവലിംഗ് വീഡിയോസ് വരും കേട്ടോ. ഈ ഒരു ഇതിലിങ്ങനെ ഇപ്പോൾ ഇരിക്കണ കാരണമാണ് നമുക്ക് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. ഞങ്ങളുടെ ഇവിടെ എറണാകുളം ജില്ലയാണ്, അറിയാലോ, ഭയങ്കര സീനായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും ഇപ്പോൾ സീനാണ്. പക്ഷേ അധികം ദൂരമൊന്നും നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു ഓൾ കേരള ട്രിപ്പൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ എല്ലാം കൊറോണ കൊണ്ടുപോയി, അത് തന്നെ. അപ്പോൾ എന്തായാലും വീഡിയോസ് ഉണ്ടാവും, വരും ദിവസങ്ങളിൽ വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ എന്താണ്, എല്ലാം ശരിയാവും. പിന്നല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്.